പോർട്ട്ഫോളിയോ കൊണ്ട് പോവാന്ന് എത്ര ശതമാനം ഉറപ്പുണ്ട്? ഒരു ക്യൂരിയോസിറ്റിക്ക് ചോദിക്കുക. ഒരു വർഷത്തിന് കണക്ക് കൂട്ടല്ലോ. അല്ല, ഇവിടെ 100% ആണ്. കാരണം നമ്മൾ അതിനുള്ള വർക്ക് ഇവിടെ ചെയ്യുന്നുണ്ട്. ആ വർക്കാണ് നമ്മുടെ പോർട്ട്ഫോളിയോ ആവുന്നത്. അപ്പോൾ വർക്ക് ചെയ്യണ കാരണം കൊണ്ട് നമുക്ക് കോൺഫിഡന്റ് ആണ്. നമുക്ക് ഇന്ന ക്ലയൻസിന്റെ ഇന്ന വർക്ക് നമുക്ക് ഉണ്ട്. അപ്പൊ അത് നമുക്ക് ഷോക്കേസ് ചെയ്യാം, നമ്മുടെ വർക്കായിട്ട് ഷോക്കേസ് ചെയ്യാം. അപ്പൊ നമ്മൾ കോൺഫിഡന്റ് ആണ്. അപ്പം ഋഷിത് ഓൾറെഡി ഇപ്പം ഡിസൈൻ കാര്യങ്ങളൊക്കെ ചെയ്യും, കുറച്ചൊക്കെ സ്പീഡപ്പ് ആയി വന്നു, പിന്നെ എഡിറ്റിംഗിന്റെ സെഷനൊക്കെ ആയി, അങ്ങനെ കോണ്ടന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഒരു ദിവസം ഇപ്പോൾ വന്നി 3 ആഴ്ചക്കുള്ള ഋഷിത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്ന ഒരു ദിവസം? എനിക്ക് ആക്ച്വലി പോസ്റ്റേഴ്സും റഫ് കട്ടാണ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ പോസ്റ്റേഴ്സ് ഇപ്പൊ കുറച്ചും കൂടെ സ്പീഡപ്പ് ആയി തുടങ്ങി. മുന്നേ കുറച്ച് ടൈം എടുത്തിരുന്നു, എനിക്ക് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആക്ച്വലി എത്ര ഒരു കൗണ്ട് പറയാന്നുണ്ടെങ്കിൽ 5 to 6 പോസ്റ്റേഴ്സ് ഞാൻ ഒരു ടൈം ആകുമ്പോഴേക്കും ചെയ്യാറുണ്ട്. ഇപ്പൊ കറോസൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഒറ്റ ഇതിൽ തന്നെ 5 പോസ്റ്റേഴ്സ് ഒക്കെ ചെയ്യണം. അപ്പൊ അതൊക്കെ സ്പീഡപ്പായി കുറെ പുതിയ കാര്യങ്ങൾ ഒറ്റയടിക്ക് അതെങ്ങനെ ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. അത് സെപ്പറേറ്റ് ആയിട്ടായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പൊ ഒരുമിച്ച് എങ്ങനെ ഒരു ലേഔട്ടിൽ ചെയ്യാം, അങ്ങനത്തെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ഋഷിതിന് ഇപ്പം ഒരു 2 മാസത്തെ ഒരു ടൈം ഉണ്ട് ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ വേണ്ടി. അപ്പം നമ്മൾ 2 മാസം കഴിഞ്ഞൊരു പോഡ്കാസ്റ്റ് സെഷൻ വീണ്ടും വെക്കും. അപ്പോഴത്തേന് ഋഷിതിന് ഇതിനേക്കാളും കോൺഫിഡന്റ് ആയിട്ട് പഠിച്ച ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടോ? ഉറപ്പാണ്, തീർച്ചയായിട്ടും അത് പറ്റും. എനിവേ നമുക്ക് നോക്കാം അങ്ങനെ ഋഷിതിന്റെ ഒരു ചേഞ്ച് എത്രത്തോളം ആണ്. ഇപ്പൊ 2 weeks കൊണ്ടുള്ള ചേഞ്ച് തന്നെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. എനിവേ ഇനി നമുക്ക് നോക്കാം.